വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നുമല്ലേ? അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു 3-4 മാങ്ങ കിട്ടുന്നത്. സീസണൊന്നുമല്ല, എങ്കിലും ഞാൻ അതിൽ നിന്ന് രണ്ടെടുത്ത് പുഡിംഗ് ഉണ്ടാക്കാമെന്ന് കരുതി. ഞാൻ ക്ലീൻ ചെയ്ത് കഷ്ണങ്ങളാക്കി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് അടിച്ചെടുത്തു. അതിൽ നിന്ന് നമുക്ക് കുറച്ചൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മറ്റൊരു ബൗളെടുത്ത് അതിലേക്ക് 1 സ്പൂൺ ജെലാറ്റിൻ ഞാൻ ഇട്ട് വയ്ക്കുന്നുണ്ട്. ഇനി കുറച്ചുകൂടെ വെള്ളവും കൂടെ ഒഴിച്ച് വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിൽ നമുക്ക് മാംഗോ പൾപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 4 സ്പൂൺ ഞാൻ പഞ്ചസാര ഇടുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, സീസൺ അല്ലാത്തതുകൊണ്ട് ഇതിന് കുറച്ച് മധുരം കുറവാണ്. അതുകൊണ്ട് ഞാൻ 4 സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ആ കുതിർത്ത് വെച്ചിരിക്കുന്ന ജെലാറ്റിൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇനി ഇതൊന്നൊരു ചെറുതായിട്ടൊന്നൊരു തിക്കാവുന്ന സമയത്ത് നമുക്ക് തീയൊന്ന് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അതൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം. തണുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു അടച്ച് വെച്ചിട്ട് ഒരു 2 മണിക്കൂർ 2-3 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാവാനായിട്ട് വയ്ക്കാം. ആ ടൈം കൊണ്ട് നമുക്ക് അതേ പാനിൽ തന്നെ നമുക്കിനി ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി പാൽ മുഴുവനും നമുക്ക് ഒന്ന് ഒഴിച്ച ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതൊന്ന് അലിഞ്ഞ ആ പാലുമായിട്ട് ചേരണം. ചേർന്നതിന് ശേഷം ഞാൻ നേരത്തെ പോലെ തന്നെ ഒരു ബൗളിൽ നമ്മുടെ 1 സ്പൂൺ ജെലാറ്റിൻ ഇട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ജെലാറ്റിൻ കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ ഇളക്കണം. കാരണം ചിലപ്പോൾ കട്ട പിടിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഇളക്കാം. ഞാൻ നേരത്തെ ഒരു ബൗളിലേക്ക് കുറച്ച് മാംഗോ പൾപ്പ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാലിനൊരു മാംഗോയുടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ക്രീമി ടെക്സ്ചർ ആവുന്ന സമയത്ത് നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം. ആ ടൈമിൽ നമ്മുടെ നേരത്തെ സെറ്റാൻ വെച്ച മാംഗോയുടെ ഇത് സെറ്റായിട്ടുണ്ട്. ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. ആ പാലൊഴിച്ച ശേഷം നമുക്ക് വീണ്ടും അടച്ച് വെച്ചൊരു 3-4 മണിക്കൂർ വെച്ച് കൊടുക്കാം. 3-4 മണിക്കൂർ കഴിയുമ്പോഴാണ് ശരിക്കും നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വരുന്നത് കേട്ടോ. 2 മണിക്കൂർ കഴിഞ്ഞ് എടുത്ത് നോക്കിയപ്പോൾ ചെറിയൊരു കുറച്ചൊരു ലൂസായിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്നൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആഹാ, പൂർണ്ണചന്ദ്രൻ ഉദിച്ചിരിക്കുന്ന പോലെ ഉണ്ടല്ലേ. നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. നല്ലൊരു ജെല്ലി ടൈപ്പായിട്ട് ഇരിക്കുന്നുണ്ട് കണ്ടോ.